അമേസിംഗ് വേൾഡ് ഓഫ് സയൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ടു അമേസിംഗ് വേൾഡ് ഓഫ് സയൻസ് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മാല വന്ന് ഇടയ്ക്ക് ന്യൂ ഇയറൊക്കെ പ്രമാണിച്ച് കുറച്ച് ലീവിലൊക്കെ ആയിരുന്നു. അപ്പോൾ തിരിച്ച് വന്ന് തുടയ്ക്കുന്നതും ക്ലീനിങ്ങും ഒക്കെ പണിയൊക്കെ തുടങ്ങി. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇവിടെ തമിഴ്നാട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പൊങ്കൽ ഇതുപോലത്തെ വിശേഷങ്ങളൊക്കെ വരുമ്പോഴേക്കും ഇവരെല്ലാം അടിച്ച് പൊളിക്കാനായിട്ട് പല സ്ഥലങ്ങളിലൊക്കെ പോയി ടൂറൊക്കെ കഴിഞ്ഞിട്ട് ലീവ് 2-3 ദിവസത്തെ ലീവൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെയാ ജോലിക്കായിട്ട് തിരിച്ചു വരുന്നത്. ക്ലീനിങ് പരിപാടിയൊക്കെ ഒരു വശത്ത് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെന്നൈയിൽ വന്നിട്ട് പൊതുവേ വെള്ളത്തിന് ക്ഷാമമുള്ളതായിട്ട് പലരും ഒരുപാട് സ്ഥലത്ത് അങ്ങനെ പ്രശ്നമുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിലെ വെള്ളത്തിൻ്റെ സംവിധാനമാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ വാട്ടർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് അത് മിക്കവാറും വീടുകളിൽ കാണും. അപ്പോൾ 2 ഈ സിലിണ്ടർ പോലത്തെ സാധനങ്ങളാണ്. ഇവിടെ വരുന്ന വെള്ളം വന്നിട്ട് സാധാരണ ഒരു മഞ്ഞ കളറും പിന്നെ അതിൽ ഒരു ഉപ്പ് രസവും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മഞ്ഞ മാറ്റാനായിട്ട് ഈ അയണിൻ്റെ ഡെപ്പോസിറ്റ് ഉള്ളതുകൊണ്ടാണ് ഒരുമാതിരി മഞ്ഞ കളറിൽ വെള്ളം വരുന്നത്. പിന്നെ ഇത് വന്നിട്ട് ഉപ്പ് മാറ്റാനായിട്ടുള്ള സംവിധാനമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സമ്പ്. പ്രധാനമായിട്ടും നമ്മളിവിടെ കിണറുമുണ്ട്. പക്ഷേ ഈ വേനൽക്കാലമൊക്കെ വരുമ്പോഴേക്കും കിണറിൽ ആവശ്യത്തിനുള്ള വെള്ളം കിട്ടാറില്ല. പിന്നെ തൊട്ടടുത്ത് തന്നെ ബോറ് ഒരു 30 അടിയിലാണ് ഇവിടെ ബോറ് വെച്ചിട്ടുള്ളത്. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബോറിൽ നിന്നുള്ള വെള്ളം വന്നിട്ട് സമ്പിൽ അടിച്ച് കയറ്റുന്നതാണ് പതിവ്. അതിന് 2 ഇവിടെ എല്ലായിടത്തും സാധാരണ മോട്ടർ റൂം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കാരണം ഈ രാത്രിയിൽ മോട്ടർ ആരെങ്കിലും ഈ അഴിച്ച് കൊണ്ടുപോകാതിരിക്കാനായിട്ടാണ് മോട്ടർ റൂം എന്ന് പറഞ്ഞ്. അതിനകത്ത് നമുക്കിവിടെ ഇപ്പോൾ 2 മോട്ടറാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വലതുവശത്ത് കാണുന്ന മോട്ടറാണ് ബോറിൻ്റെ മോട്ടർ. അപ്പം ആദ്യം ആ മോട്ടർ ഇട്ടിട്ട് ബോറിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അങ്ങനെ ഈ പൈപ്പ് വഴി സമ്പിലോട്ട് അടിച്ച് കയറ്റും. പിന്നെ സമ്പ് കുറച്ച് നിറഞ്ഞതിന് പിന്നെ ഇതാണ് സമ്പിൽ നിന്നും ഈ ലൈന് വന്നിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട്. മുകളിലോട്ട് മേളിൽ ടാങ്ക് വെച്ചിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ മുകളിൽ ടാങ്കിലോട്ട് ഇതുവഴിയാണ് അടിച്ച് കയറ്റുന്നത് സാധാരണ. അപ്പം നമ്മുടെ സ്ഥലത്തിൽ വന്നിട്ട് വെള്ളത്തിന് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറില്ല. വേനൽക്കാലത്തിൽ എപ്പോഴും വെള്ളം കിട്ടിക്കൊണ്ടിരിക്കാറുണ്ട്. അതുകൊണ്ട് ഇതുവരേക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കോർപ്പറേഷൻ്റെ വെള്ളം വന്നിട്ട് അത് രാവിലെയും വൈകിട്ടും 2 മണിക്കൂർ വെച്ചിട്ടേ വരാറുള്ളൂ. അത് റോഡിൽ നിന്നും കോർപ്പറേഷനിൽ വരുന്ന ലൈനാണ്, കണ്ടോ? പൈപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വളരെ കുറഞ്ഞ അളവിലേ കിട്ടാറുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ടും ബോറ് വെള്ളമാണ് ഇവിടെ ആശ്രയിക്കുന്നത്. ഈ കാഴ്ച കണ്ടാൽ നിങ്ങളൊന്നും ചിരിക്കരുത്. ഞാനും എൻ്റെ പൂച്ച മക്കളും കൂടെ ചുമ്മാ ഷൂട്ടിങ്, അവർക്ക് ഈ ഫോണൊക്കെ കാണുമ്പോഴേക്കും അറിയാം അവരെന്തോ വലിയ താരങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഷൂട്ടിങ്ങിനൊക്കെ അവർ നിന്ന് തരും. അപ്പോൾ ടൈനിയും നമ്മുടെ ഏഞ്ചലും എല്ലാവരും കൂടെ മോട്ടർ റൂമിൻ്റെ പുറത്ത് കയറി നിൽക്കുകയാണ്. പല പോസൊക്കെ ഇങ്ങനെ കാണിച്ചു തരും. ഇടയ്ക്ക് താഴോട്ടൊക്കെ ചാടും. പിന്നെ ഈ ഫോണിൽ നോക്കിയിട്ട് അവർക്ക് എന്തോ സംഭവമാണെന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ കാര്യം അങ്ങ് പിടി കിട്ടുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി എനിക്ക് പോസൊക്കെ ചെയ്ത് തന്ന് അവസാനം അവർക്ക് ക്യാറ്റ് ഫുഡൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. ബൈ.